നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഒരു കിടിലൻ പോരാട്ടം, ക്ലാസിക്കോ പോരാട്ടം പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നു തിങ്കളാഴ്ച. ഇന്ത്യൻ സമയം പറഞ്ഞാൽ ചൊവ്വാഴ്ച പുലർച്ചെ 12:30 കളി. ഇപ്പോൾ ക്രൊയേഷ്യയെ തോൽപ്പിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്ന പോർച്ചുഗലിന് ഇതാ മറ്റൊരു വമ്പൻ കടമ്പ വരുന്നു. അപ്പോൾ ചോദിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയോട്, എങ്ങനെയായിരിക്കും സ്പെയിനെതിരെയുള്ള മത്സരം? അദ്ദേഹത്തിൻ്റെ മറുപടി, ഇറ്റ് വിൽ ബി എ ഡിഫിക്കൽട്ട് മാച്ച്. ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും. ഞങ്ങൾക്കറിയാം സ്പെയിൻ എന്താണ് എന്നുള്ളത്. സ്പെയിന് ഈ വേൾഡ് കപ്പിനുള്ള ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ടീമാണ്. ടഫ് മാച്ച് ആയിരിക്കും. മറ്റെല്ലാ മത്സരങ്ങളും, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ കളിയും കാണുന്നത്. ഞങ്ങൾ റെഡിയാവും. ഞങ്ങൾക്ക് നന്നായിട്ട് അവരെക്കുറിച്ച് അറിയാം. വളരെ ബാലൻസ്ഡ് മാച്ചായിരിക്കും. വി വിൽ സി വാട്ട് ഹാപ്പൻസ് എന്നാണ് ക്രിസ്ത്യാനോ പറഞ്ഞതെങ്കിൽ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുകയുണ്ടായി, യുവേഫ നേഷൻസ് ലീഗിൽ നിങ്ങൾ അവരുമായിട്ട് കളിച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. അത് ഗുണകരമായോ? യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ പോർച്ചുഗൽ സ്പെയിനെ തറപറ്റിച്ചതാണ്. പക്ഷെ അതങ്ങനെ ഒരു വമ്പൻ മാർജിനുള്ള തറപറ്റിക്കലൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ച് കയറിയതാണ്. പക്ഷേ രണ്ട് ടീമിനും പരസ്പരം നന്നായിട്ട് അറിയാൻ അതുകൊണ്ട് കഴിയും. റോബർട്ടോ മാർട്ടിനസ് പറയുന്നു, യെസ്, ആ കളി ശരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന്. പക്ഷേ ഒരു യൂറോപ്യൻ ടീമിനെതിരെ കളിക്കുന്നതും അല്ലാത്തതും വ്യത്യസ്തമാണ്. ഇപ്പോൾ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ടീമാണ്. ആൻഡ് ദേ നോ അസ് വെൽ, അവർക്ക് ഞങ്ങളെയും നന്നായിട്ട് അറിയാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ഗ്രേറ്റ് മാച്ച് ആയിരിക്കും. ഒരു യൂറോപ്യൻ മാച്ച്, വേൾഡ് കപ്പിനുള്ളിലുള്ള ഒരു യൂറോപ്യൻ മാച്ച് എന്ന രൂപത്തിൽ കാണാം. രണ്ട് ടീമുകൾക്കും ബോൾ പൊസിഷൻ വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ വളരെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമുകളുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മികച്ച മത്സരം കാണാൻ പറ്റും. ഇറ്റ് വിൽ ബി എ ബിഗ് മാച്ച് ഇഫ് വി ലുക്ക് അറ്റ് ഓൾ ദി റൗണ്ട് ഓഫ് 16 മാച്ചസ് എക്സെപ്റ്റ് ഫോർ ഫ്രാൻസ് വിച്ച് വാസ് ക്ലിയർലി സുപ്പീരിയർ. ദി റെസ്റ്റ് ആർ ഡിസൈഡഡ് ബൈ ഡീറ്റെയിൽസ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. സോ ഫ്രാൻസിൻ്റെ കളി ഒഴികെ ബാക്കി റൗണ്ട് ഓഫ് 16 എല്ലാ കളികളും തീർച്ചയായിട്ടും വളരെ ചെറിയ സ്മോൾ ഡീറ്റെയിൽസിൽ തീരുമാനിക്കപ്പെടുന്ന മത്സരങ്ങളായിരിക്കും എന്നാണിപ്പോൾ കോച്ചിൻ്റെ അഭിപ്രായം. ഫ്രാൻസിൻ്റെ മത്സരം പരാഗ്വയ്ക്കെതിരെയാണ്. അത്ര ഈസിയൊന്നും ആയിരിക്കില്ല എന്നുള്ളത് ജർമ്മനിയുടെ അനുഭവത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.